കുമാറിന്റെ കല്യാണം നടക്കാനുള്ള ഒരേ ഒരു കാരണം കൊച്ചു പയ്യന്മാരുടെ ശാപം മാത്രമാണ്. അതിനിങ്ങനെ ചുമ്മാ ചാള ഡയലോഗ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുമാർ, ഇപ്പൊ പിള്ളേരുടെ ഗ്രൂപ്പിൽ ഞാൻ നിന്നെ പറ്റി പൂർത്തി പറഞ്ഞതേ ഉള്ളൂ. ഇത്ര നേരം എവിടെയായിരുന്നോ? പാർട്ടി എന്തായി? നീ എന്താ വിചാരിച്ചേ? സാധാരണ ഡൂക്ലി പാർട്ടിയാണെന്നോ? ഇറ്റ്സ് എ ഗ്രാൻഡ് ഗാല മെഗാ ഈവന്റ്. അവാർഡ് ഫംഗ്ഷനിൽ ചെന്നാലല്ലേ അവാർഡ് കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ പാർട്ടിയിൽ വന്ന് കേറിയ ഉടനെ തന്നെ മദ്യം കൊടുക്കുക. നിന്നെ കുറിച്ച് പൊക്കി ഇല്ല ഞാനത് സമ്മതിക്കില്ല. ഹൈ ബേബി. എടാ, പ്രിയോട് സംസാരിച്ച കാറിന്റെ കീ മേടിച്ച? അതെന്താടാ നിന്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല? അവളുടെ കാർ ബ്ലോക്ക് ചെയ്യണം. അല്ലടാ, നീ ഞാൻ നാട്ടിൽ പോകുന്ന പറഞ്ഞ് ഓല ബുക്ക് ചെയ്തു. പക്ഷെ ആ ഡ്രൈവറോട് നമ്മള് ജലമായി കളിപ്പിച്ചു. ഒരു പാർട്ടി നേരിടണം ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത തെണ്ടി. നീയൊക്കെ ഒരു ഫ്രണ്ട് ആണോടാ? പ്രിയ, ഒറ്റ മിനിറ്റ് ഒന്ന് താഴേക്ക് വരുമോ? എനിക്ക് വരാൻ പറ്റില്ല. നീ എന്നെ നേരിട്ട് വന്ന് സെൻഡ് ഓഫ് ചെയ്ത് ഫ്ലൈങ് കേസ് തന്നാലേ ഞാൻ പോവുള്ളൂ. ശരി, വരാൻ വെക്ക. വരാന്ന് പറഞ്ഞല്ലേ? സൂപ്പർ അളിയ. ഡീസൽ അടിക്കാനും കാശ് തരുമായിരിക്കും അല്ലേ? പ്രിയനെ കാണുമ്പോ തന്നെ ഹാപ്പി ആകും അല്ലേ? ഹായ് പ്രിയ, ഞാനാണ് വിർജിൻ ബോയ്സ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഇവൻ എന്റെ ഫ്രണ്ട് ബാലാജി. മറന്നുപോയോ? അന്ന് ഞാൻ വാട്സാപ്പിൽ സ്മൈലേക്ക് അയച്ചില്ലേ? പ്ലസ് ടു മീറ്റ് യു. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അല്ല പ്രിയ, ഞങ്ങൾ പോണ്ടിച്ചേരി പോവാൻ BMW കാർ ബുക്ക് ചെയ്തതാ. വഴിക്ക് വെച്ച് പഞ്ചറായി. അതുകൊണ്ട് നിന്റെ കാറ് തന്നല്ലേ ഞങ്ങൾ പോണ്ടിച്ചേരി വരെ. എന്റെ വണ്ടി പോണ്ടിച്ചേരിക്ക്, അതും ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വേണ്ടിയോ? അതിനൊരു ചാൻസും ഇല്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ താങ്കൾ എന്നെ സഹായിച്ചാൽ ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഒരു വാക്കുപോലും ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല പ്രിയ. ശരി, ഓക്കെ. വണ്ടി ഓടിക്കാൻ അറിയോ? അതെന്ത് ചോദ്യ പ്രിയ? ഞാൻ 8ഉം 10 ഇടും. അതെയോ? ലൈസൻസ് ഉണ്ടോ? ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉണ്ട്. ഞാൻ ലോറി ഓടിക്കും. ദാ നോക്ക്, ഞാൻ നിന്നെ വിശ്വസിച്ച വണ്ടി തരുന്നത്. ഈ ലോറി ഓടിക്കുന്നവന്റെ കയ്യിലൊന്നും ഇത് കൊടുക്കരുത്. പ്രിയ ബൈ ബൈ. കുമാർ, ഒരു മിനിറ്റ്. എന്തുപറ്റി? ആരാ വിളിക്കുന്നത്? ഇത് വേറെയാ പ്രിയ. എന്നിട്ട് എന്താ ഒരു കള്ള ലക്ഷണം? ഇല്ലല്ലോ. ഫോൺ കാണിക്ക്. വേണ്ട പ്രിയ. ഫോൺ കാണിക്കാൻ. ആൻസർ ചെയ്ത് സ്പീക്കറിലിട്. അത് വേണ്ട പ്രിയ. ആൻസർ ചെയ്ത് സ്പീക്കറിലിടാനാ പറഞ്ഞ. ഹലോ. കുമാർ, ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ നിന്റെ ആളിന്റെ ഫോട്ടോ കണ്ടു. നിന്റെ ടേസ്റ്റ് ഇത്ര മോശമാണ്. നീ അസൂയപ്പെട്ട് ഓരോ കാര്യം ഒന്നും പറയരുത്. എന്റെ ആൾ അടിപൊളി ഫിഗറാ. കുമാർ, നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഭംഗിയുള്ള പെണ്ണിനെ നോക്കിയെങ്കിലും. ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ അടിച്ച് നിന്റെ പല്ല് ഇളക്കിനെ. മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോടി. എടാ, ഇത് വേണ്ടടാ. ഇവളെ കൂടെ എങ്ങനെ നീ ജീവിതം? ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്. നീ എന്നെ ഫോഴ്സ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ വെച്ചത്. അതല്ല, അവള് വീണ്ടും ഫോൺ ചെയ്ത് അറ്റൻഡ് ചെയ്യരുതല്ലോ. അതുകൊണ്ടാ സേവ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പറാണെന്ന് വെച്ച് ഞാൻ എടുത്താലോ? ഇനി മേലാ നീ അവളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ഈ കല്യാണം ക്യാൻസൽ ആവും. സംസാരിക്കില്ല പ്രിയ, ഒരിക്കലും സംസാരിക്കില്ല. ഈ കാറിന് കൂടി ഇവനെ ഞാൻ നോക്കണം പ്രിയ. പെട്ടെന്ന് വണ്ടി കയറടാ. ആ നാൻസി എന്തൊക്കെയാ കാണിച്ചു വിട്ടുന്നളിയാ. ഞാൻ കെട്ടാൻ വന്ന പെണ്ണിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നാൻസി ഒരു നല്ല പെണ്ണ. അവളെ മൂക്കണ്ട അറിയില്ലേ? അവൾ അപ്പനൊരു കുപ്പി മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകവെള്ളമാണെന്ന് പറഞ്ഞ് വയറ് വേനയ്ക്ക് അവൾ എടുത്തത് കുടിച്ചു. അളിയ, നീ എന്നെ ചൂടാക്കല്ലേ. ആ നാൻസിക്ക് ഒന്ന് ഫോൺ ചെയ്തേ. ഹലോ, നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന് ഞാൻ ഫോൺ ചെയ്യാനല്ല അളിയ. പ്രിയ ചിലപ്പോഴേ ഞാൻ നാൻസിയോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. അവൾ കോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈനിലാണെങ്കിലേ ഞാൻ പെട്ടുപോളിയാ. ചിലപ്പോ ഒന്നും പറയാതെ കല്യാണം ക്യാൻസൽ ചെയ്താൽ. ഒന്നും മിണ്ടാതിരിക്കടാ. പ്രിയാണ്. സ്പീക്കർ ഇട്ടെ. സോറി, ഞാൻ നാൻസിയോട് ഇനി സംസാരിക്കില്ല. കുമാർ, ഞാൻ നാൻസിയെ കുറിച്ച് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നിന്റെ ബാച്ചിലർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്ക്. കുമാർ, ഇതാണ് നിന്റെ ലാസ്റ്റ് പാർട്ടി. നിന്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞേക്ക്, പ്രത്യേകിച്ച് ആ മണ്ടനോട്. അവനെ കണ്ടിട്ട് എനിക്കൊരു കള്ള ലക്ഷണം തോന്നുക. അവരോടൊപ്പം കൂടിയ നീ അതുപോലെ തന്നെ ആവും. മനസ്സിലായോ? ആ ഓക്കെ പ്രിയ, ഞാൻ ഡ്രൈവിംഗില്ല, പിന്നെ വിളിക്കാമേ. കേട്ടില്ലളിയാ, ഇതെന്റെ അവസാനത്തെ പാർട്ടിയാണോ പോലും. നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇഷ്ടംപോലെ കുടിച്ചോളിയാ. പക്ഷെ ഇതിനു ശേഷം നീ വീണ്ടും എന്നോട് ചോദിച്ചാ ഞാൻ ചോദിക്കുകയില്ല. എന്താടാ ഇത്? ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മദാമ്മമാരുടെ പാർട്ടിയാ? മനസ്സിലായില്ലേ? കാര്യങ്ങളൊന്നും ക്ലിയർ ആയില്ലേ? നീ ഈ പാസ്തയും പറഞ്ഞ് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? ഈ 4 ലിക്കറും കള്ള ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? നെവർ. പന്നിയും പട്ടിക്കുട്ടിയും കൂടി ഒരുമിച്ച് ഒരു തൊഴുത്തി കിട്ടുമോ? ഇംപോസിബിൾ. എങ്കിൽ അങ്ങോട്ട് നോക്ക്. ഹായ് ഡ്യൂഡ്. Balaji, how are you? Meet my Facebook friend Kundalageshi. Namaste. It's okay. Maria Sharapova. Hey, hi. No. ഇത് ഇവന്റെ ഫസ്റ്റ് മാരേജ് ആണ് അളിയാ. അതാണ് ഈ ഗ്രാൻഡ് സെറ്റപ്പ് ഒക്കെ. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ഓസി കള്ളടി കളിയാ. എന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എന്നെ തന്നെ ഓസി കൂടി കുടിപ്പിച്ചല്ലോടാ. അളിയാ, നിന്നെ കുറിച്ച് ഞാൻ തന്നെ പൊക്കി വേറെ ലെവലല്ലടാ. ഇല്ല ഞാനത് സമ്മതിക്കില്ല.
നിങ്ങളൊക്കെ ആരാ? ലോക്കൽ ബോയ്സ് ആണോ? അപ്പൊ സിറ്റി ബോയ്സാ? പിന്നെ ആരാ നിങ്ങൾ? സിറ്റിയിലുള്ള ബോയ്സിനെ സിറ്റി ബോയ്സ് എന്ന് പറയും, ലോക്കലിലുള്ള ബോയ്സിന് ലോക്കൽ ബോയ്സ് എന്ന് പറയും. പക്ഷെ സിറ്റിയിലുള്ള ലോക്കൽ ബോയ്സിന് എന്താ പറയാന്ന് അറിയോ? കേട്ടോ, അളിയ, നിനക്ക് ഈ സ്റ്റാർ ഒക്കെ കാണുമ്പോഴേ എന്താ അളിയ തോന്നുന്നേ? ഫ്രാങ്ക് ആയിട്ട് പറടാ. നമ്മുടെ നാട്ടിലെ സ്റ്റാർ ബിരിയാണിയെ പറ്റി ഓർമ്മ വരുന്ന അളിയാ. അതും ആ കാതിരക്കട കടയിലെ മട്ടൺ ബിരിയാണി ഉണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ലല്ലേ. ഇതൊക്കെ ഒരു ഫീലിംഗ് ആണോടാ? ഓക്കെ, നിനക്കിപ്പോ കല്യാണം ആകാൻ പോവാണ്, നല്ല റൊമാൻറ്റിക് മൂഡിലാണ്. സത്യത്തിൽ നിനക്കിപ്പോ എന്താ തോന്നുന്നേ? അളിയ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, എനിക്ക് സ്റ്റാർ ഒക്കെ കാണുമ്പോഴേ സ്റ്റാർ തിയേറ്ററിൽ നൈറ്റ് ഷോയിൽ നമ്മൾ ഷക്കീല പടം കാണാൻ പോവില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നീ ഇപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ? ഇവന്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. നാൻസി പഴയതൊന്നും മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. നാൻസിയോ? ആരാടാ നീ? നിന്റെ പേര് ഓരോ തവണ പറയുമ്പോഴും ഏഞ്ചൽസ് ഒക്കെ സാന്റാക്ലോസിന്റെ ഗെറ്റപ്പ് ഇട്ടോണ്ട് നിങ്ങളെ ലാലാ ലാല എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യാ. ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. വീക്ക് ഡേയ്സിലൊക്കെ സ്കൂളിൽ അന്വേഷിക്കും, സൺഡേ ഒക്കെ ചേർച്ചിൽ വെച്ച് നോക്കും, ലീവാണെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്ന് തന്നെ ഞാൻ നോക്കും. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ നീയാണ് എന്റെ ആളെന്ന് പറയുമ്പോഴേ ഏരിയയിൽ വലിയ റെസ്പെക്റ്റാ. ദാറ്റ്സ് ഇറ്റ്. ഐ ലവ് യു നാൻസി. എന്റെ പേര് അഖിലേശ്വരിയാ. ഞാൻ ചർച്ചിൽ ഒരു ദിവസം പോലും പോയിട്ടില്ല. ഞാൻ എന്തുവാടാ? എന്റെ പൊട്ട് കണ്ടില്ലേ നീ? എന്റെ കോളേജിലേക്ക് വന്ന് എന്നെ തന്നെ കളിയാക്കുന്നോ നീ? നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്റെ കസിൻ ബ്രദറെ വിളിച്ചിട്ട് വന്ന് നിന്നൊരു പാഠം പഠിപ്പിക്കാം. എടേ, അവിടെ നിക്കടി. നീ എനിക്കെതിരെ കൈ ഓങ്ങും അല്ലേ? എന്റെ നാട്ടിലൊക്കെ നീ ഒരു ദിവസം വന്ന് നോക്ക്, സംഗതി സീനാവേ. നിന്റെ മോന്തൊക്കെ വെച്ച് കീറി. പറയടാ, എന്ത് നിർത്തിയേ? ശരിക്കും എന്തൊരു ബോറായിരുന്നു അറിയോ ഇത്. ഒരു ഫീൽ ഇല്ല, ഇമോഷൻ ഇല്ല, ബിലോ ആവറേജ് 2 സ്റ്റാർ. 100-ല് 38. അപ്പൊ 5-ഓ? 2.5. എന്താ അളിയ, എന്റെ ബോഡി ഇത്രയും വെസ്റ്റ് ആയല്ലോ. കാരണം നിന്നിൽ ഇപ്പോഴും അഭിമാനം അവശേഷിക്കുന്നു. അളിയ, അവള് തലക്കടിച്ചോണ്ടാ പോയത്. ഒരു പെണ്ണിനെ നീ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിനക്ക് അവളുടെ ശരീരത്തിനോട് ആകർഷണം തോന്നും, അതിനുശേഷം മനസ്സിനോടായിരിക്കും ആകർഷണം തോന്നുക എന്ന് നിന്റെ മൊയ്തീൻ പാഠം കണ്ടായിരുന്നു നീ. ആളി എന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ പാർവതി എന്തുമാത്രം ദുഃഖത്തോടെ ഇരിക്കുന്നേ, അതുപോലെ മുഖം വെച്ചോണ്ട് ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. പാർവതിയുടെ മുഖം വെച്ച് പറയാൻ പറഞ്ഞപ്പോ കണ്ണൂരിട്ടിക്കൊണ്ട് വാണിശ്വാദിനെ പറയാണ് പറയുന്നത്. വളരെ വിഷമത്തിൽ പറയടാ. ഐ ലവ് യു. ഇങ്ങനെ എന്നെ കീപ്പ് ചെയ്തു. നിന്റെ ആള് ഒരാളുടെ സമയമായി നല്ലപോലെ പ്രൊപ്പോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കി മാറ്റേ. അളിയ ഒരു ഹെൽപ്പ്, ആ അഖിലാണ്ടേശ്വരിയുടെ നമ്പർ എന്താ? നാൻസി, 1 മിനിറ്റ്, എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നിന്റെ പേര് കുമാർ. നാൻസി എന്ന പേര് പറയുമ്പോ തന്നെ നീ സ്വപ്ന ലോകത്തിലേക്ക് പോകും. ഞാൻ എവിടെ പോയാലും നീ എന്നെ ഫോളോ ചെയ്യുന്നു. പിന്നെ 1 സൈഡ് ലവും, അതല്ലേ പറയാൻ വരുന്നത്? ഹേ നാൻസി, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അഖിലാണ്ടേശ്വരി ഫോൺ ചെയ്ത് പറഞ്ഞു. അവൻ എന്റെ ഫ്രണ്ടാ. ഓ മൈ ഗോഡ്. ആദ്യം നീ ഓവർ ആക്ടിങ് നിർത്ത. നിന്നെ ലവ് ചെയ്യാനുള്ള ഐഡിയ എന്റെ മനസ്സിലേ ഇല്ല. തുടക്കത്തിൽ എല്ലാ പെമ്പിളറും പറഞ്ഞ സ്ഥിരം ഡയലോഗ് അത്. എക്സ്ക്യൂസ് മീ. പിന്നീട് അല്ലേ എല്ലാം. നാൻസി, നാൻസി, സ്നേഹിക്കാനുള്ള ഐഡിയ ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ പുറകെ വരുന്നേ? അത് പിന്നെ ഞാൻ കാര്യം പറഞ്ഞ നീ ചിരിക്കില്ല. നീ പറ. അത് ഞാൻ പറഞ്ഞാലേ ഞാനാണ് ഏറ്റവും വൃത്തിയായിട്ട് മനുഷ്യന്ന് വിചാരിക്കും. ഓൾറെഡി അത് തന്നെയാണല്ലോ. പറ. അത് പിന്നെ പള്ളിയില് ഫാദർ ചെറുതായിട്ട് വെള്ള കളർ അപ്പം തരാറില്ലേ? അതെ, അതിന് അത് കഴിക്കണ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു നോക്കി. ഇന്ന് റോഡ് ബാക്ക് ചെയ്യാൻ നാളെ അയച്ചേരെന്ന് പറഞ്ഞ ഒരാളും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പയ്യന്മാരോ വാങ്ങിച്ചു തരുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളെ പോലെ സുന്ദരമായ പെണ്ണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം നാൻസി. എങ്ങനെങ്കിലും അപ്പം ഒന്ന് വാങ്ങിച്ചതാ നാൻസി. പണ്ടത്തെ പോലെ സ്വപ്നത്തില് സിനിമ നടിയല്ലേ നാൻസി, ഇപ്പൊ ഫുൾ അപ്പാ സ്വപ്നത്തില്. എങ്ങനെങ്കിലും ഒന്ന് വാങ്ങിച്ചതാ നാൻസി, പ്ലീസ് പ്ലീസ് നാൻസി. ഞാൻ നിനക്ക് അപ്പം വാങ്ങിത്തരാം. അതിനുശേഷം നീ എന്റെ പുറകെ നടക്കരുത്, മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ നിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാം. ഡീൽ ഓക്കെ? ഇതൊന്ന് പിടിച്ചേ. ഒന്നുമില്ല, അത് ഇത്രയും ദിവസം മുത്തശ്ശിന്റെ കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലോസ് ആയതാ. നാൻസി നാൻസി നാൻസി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ തൊട്ടടുത്തല്ലോ കടയിൽ പോയിട്ട് കവർ വാങ്ങിച്ചിട്ട്. എന്തിന്? എങ്കിൽ മാത്രമേ എല്ലാം പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര വലുതൊന്നും അല്ല.
അത് ചെറുതായിരിക്കും, അതും ഒന്നേ തരൂ. വാ. ഓ അങ്ങനെയാണല്ലേ. ഇത് യേശുവിൻ തിരുശരീരമാണ്. ഇത് യേശുവിൻ തിരുശരീരമാണ്. ഇത് യേശുവിൻ തിരുശരീരമാണ്. ഒരു മിനിറ്റ്. എന്ത് നല്ല കാര്യം ചെയ്യാനാണെങ്കിൽ ആദ്യം വലതുകാലം എടുത്ത് വെച്ചോണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് വലതുകാലം എടുത്ത് വെക്കോ. ഇങ്ങോട്ട് നോക്ക്. ചെറിയ പ്രായം മുതൽ ഞാൻ ചർച്ചിൽ വരാൻ തുടങ്ങിയതാ. ചർച്ചിനുള്ളിൽ എങ്ങനെ പോണോ നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിനക്കപ്പം വേണമെങ്കിൽ വാ, വേണ്ടെങ്കിൽ പിന്നെ പോയേക്കാം. നാൻസി നീ വേണമെങ്കിൽ അകത്ത് ചാടി വന്നോ, പക്ഷെ എനിക്ക് അപ്പം വേണം. ഇത് യേശുവിൻ തിരുശരീരമാണ്. ഇത് യേശുവിൻ തിരുശരീരമാണ്. എന്താടാ അല്ല, ഇങ്ങനത്തെ വലിയ ബിൽഡിംഗിലൊക്കെ ഒച്ച വെച്ചാൽ എക്കോ കേൾക്കും. ഇതുപോലെ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ ഒരു തവണ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫാദർ പിന്നെ നിന്റെ പേര് ചോദിച്ചാ കുമാർ അങ്ങനെയൊന്നും പറയണ്ട. ഏതെങ്കിലും ക്രിസ്ത്യൻ പേര് പറയാൻ നോക്ക്. ഞാൻ വേണമെങ്കിൽ ജോസഫ് കുരുവിള അല്ലെങ്കിൽ ഡേവിഡ് ബില്ല അങ്ങനത്തെ പേര് പറയട്ടെ. നീ എന്തിനാ അവരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചഴക്കുന്നേ? ഓ ഞാൻ വേണമെങ്കിൽ ആൽബർട്ട്, ബേബി ആൽബർട്ട് എന്ന് പറഞ്ഞോട്ടെ. അവിടെ ഡെയിലി ഞാൻ നൈറ്റ് ഷോ കാണാറ്. ഓക്കെ. നിന്റെ ബൈബിൾ എവിടെയെന്ന് ഫാദർ ചോദിച്ചാ നീ എന്ത് പറയും? ബൈൻഡിങ് ചെയ്യാൻ കൊടുത്തിരിക്കാന്ന് പറയും. ആ പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. നീ ആമേൻ എന്ന് പറഞ്ഞാലേ ഫാദർ നിനക്ക് അപ്പം തരും. എന്ത് അമ്മനോ? അമ്മനല്ല, ആമേൻ. ഓ ആമേൻ. ആമേൻ. ഇത് യേശുവിൻ തിരുശരീരം. അപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല. യേശുവിൻ തിരുശരീരം. ഇത് യേശുവിൻ തിരുശരീരം. ഇപ്പൊ കലക്കുന്നത് നോക്കി. ഇത് യേശു. നമസ്കാരം ഫാദർ. യേശുവിൻ ആമീൻ ആമീൻ ആമീൻ. 3 അപ്പം തന്നേക്ക് ഫാദർ. എന്ത് 3 അപ്പോ? അതെ, ഒരു ആമേൻ ഒരു അപ്പാണെങ്കിലേ 3 ആമേന് 3 അപ്പം കിട്ടണ്ടായിരുന്നു. മകനെ, നീ ആരാണ്? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ മുമ്പ്. ഞാൻ തൊട്ട് അപ്പുറത്തെ ചർച്ചിലെ ഫാദർ. ഒരു ചേഞ്ചിന് വന്നത്. ഒരു ചേഞ്ചിനോ? നിന്റെ പേരെന്താ? കുമാർ, ആൽബർട്ട് കുമാർ ഐൻസ്റ്റീൻ. ഐൻസ്റ്റൈനോ? എന്താ സയന്റിസ്റ്റിന്റെ പേരൊക്കെ പറയുന്നത്? ഏതെങ്കിലും ഒരു വചനം പറഞ്ഞേ. നീ പോ മോനെ ദിനേശ്. ബൈബിളിൽ നിന്നൊരു വചനം പറയാൻ പറഞ്ഞപ്പോ കണ്ടതും പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് തന്നേക്ക് ഫാദർ, ഞാനും ക്രിസ്ത്യാനിയാ. ശരി, ഏതെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേ. എന്നാ പാട്ടായിട്ട് പാടിക്കോട്ടെ. കണ്ടു കണ്ടു കണ്ടില്ല. ഇത് എന്താ ഇത്? സോറി ഫാദർ. യേശു വിളിക്കുന്നു നമ്മളെ, യേശു വിളിക്കുന്നു. ഇതാണോ സ്തോത്രം? സോറി ഫാദർ, എന്നാ മാറ്റി പിടിക്കാമേ. എന്താണ് ചെയ്യുന്നത്? വരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യ. യേശുദേവൻ വിളിച്ചു നമ്മളെ, വിളിച്ചു. നാണുണ്ടോടാ നിനക്ക്? വചനം ചൊല്ലാൻ പറഞ്ഞ നീ എന്താ സിനിമ ഡയലോഗാണ് പറയുന്നത്? സ്വോത്രം പാടാൻ പറഞ്ഞ സിനിമ പാട്ടങ്ങ് പാടിയേക്കാം. നീ എന്താ വിചാരിച്ചേ? നാൻസി, എനിക്ക് അപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ആവേശത്തില് ഞാൻ കുറച്ച് ഓവർ ആക്ടിങ് ചെയ്തു പോയി. ഡേ, നീ ഒരു സത്യം പറ. ഈ അപ്പത്തിന് വേണ്ടിട്ടായിരുന്നോ ഇത്രയും നാൾ എന്റെ പുറകെ നടന്നത്? പിന്നല്ലാതെ. ഇതല്ലാതെ വേറെ എന്തിനാ ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ പോന്നെ? എന്റെ റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോ നീ വളരെ ലോ അല്ലേ? അത് നിനക്കെന്നെ അറിയാം. നീ എന്നെ ഫോളോ ചെയ്താലുണ്ടല്ലോ. നാൻസി, എന്ത്? ഇതെന്റെ ജീവിതത്തിൽ ചരിത്രം കുറിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുത്തല്ലോ പ്ലീസ്. സെൽഫി അവന്റെ. സ്മൈൽ പ്ലീസ്. കൊല്ലുന്നില്ല.